ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് അയച്ചിരിക്കുന്നതിൽ വന്നിരിക്കുന്നത് ബഹുമാനായ തോമസ് അച്ഛനാണ്. തോമസ് അച്ഛനെ ഒരു വാക്കിൽ ഒന്ന് പരിചയപ്പെടുത്തുന്നു. അദ്ദേഹം ഇപ്പോൾ നിരണം ഭദ്രാസനത്തിലെ തെങ്ങേലി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരിയാണ്. തിരുവനന്തപുരത്ത് കാരുണ്യ ഗൈഡൻസ് സെൻ്ററിൻ്റെ ചുമതലക്കാരനായി സേവനം അനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മദേശം പട്ടാഴി ആണ് ഉള്ള കാര്യം സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. അച്ഛനെ സന്തോഷത്തോടെ ഈ സമയത്ത് ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ സമയത്ത് സ്വാഗതം. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമാകുന്ന നാമത്തിന് മഹത്വം. അഭിനന്ദനായ തിരുമേനി, വന്ദ്യരായ റമ്പാച്ചന്മാരെ, ശ്രേഷ്ഠ വൈദികരെ, കർത്താവിൽ വാത്സല്യമുള്ള ജനമേ, നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തോട് ചേർന്ന പ്രത്യേകമായ ധ്യാനത്തിലും വ്രതനിഷ്ഠയിലും ഉപവാസത്തിലും ഒക്കെ ആയിരിക്കുന്ന ഞാനും നിങ്ങളും ഈ പരിശുദ്ധമാകുന്ന ദേവാലയത്തിൽ പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ കബറിടത്തിൽ ധ്യാന നിരതരായിരിക്കുമ്പോൾ ആമുഖ വാക്കുകളൊന്നും തന്നെ ഇല്ലാതെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഇന്ന് ഞാൻ സമർപ്പിക്കുന്ന വാക്യം, അങ്ങനെ അവൻ സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു. പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ കബറിടത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധനായ പരുമല തിരുമേനി സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായി, ദിവ്യനായി, പരിശുദ്ധനായി ഗണിക്കപ്പെടുന്ന നാം ഓരോരുത്തരും വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാലും നമ്മുടെ ലോകചരിത്രം പരിശോധിച്ചാലും മഹാന്മാരായി ഒരുപാട് പേരെ എടുത്തു കാണിക്കുവാനുള്ള, ഒരുപാട് പേര് സ്വയം മഹാന്മാരെന്ന് അഭിമാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. മഹാനായ അലക്സാണ്ടറും അക്ബറും ഒക്കെ നമ്മുടെ ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അലക്സാണ്ടറിനെ കുറിച്ച് പറയുമ്പോഴും മഹാൻ എന്ന നാമം തൻ്റെ പേരിനോട് സ്വയം ചേർത്ത് വെച്ചതാണ് എന്ന ഒരു ദോഷം കൂടെ അദ്ദേഹത്തിന് കാണുന്നുണ്ട്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നത് സ്വയം ചേർത്തതാണ്. ഇവിടെ ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിലാണ് പറയുന്നത്. 3-ാം വാക്യം, അങ്ങനെ അവൻ സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു. ഇയ്യോബ് സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു എന്ന് വേദപുസ്തകം സാക്ഷിക്കുക. അതിനു മുമ്പ് വായിച്ചു നോക്കിയാൽ ഇയ്യോബിനെ കുറിച്ച് പറയുന്നുണ്ട്, അവൻ 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. അവൻ 7000 ആടും 3000 ഒട്ടകവും 500 ഏർകാളയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു എന്ന് പറയുന്നു. അവൻ 7 പുത്രന്മാരും 3 പുത്രിമാരും ഉള്ളത് കൊണ്ടാണോ അവൻ മഹാൻ എന്ന് പറയുന്നത്? അവന് 7000 ആടും 3000 ഒട്ടകവുമാകുന്ന മൃഗസമ്പത്ത് ഉള്ളത് കൊണ്ടാണോ? ഇന്നത്തെ സമകാലിക ലോകത്തിലാണെങ്കിൽ ഇതൊക്കെ ഉള്ളവൻ മഹാനാണ്, അവനാണ് എല്ലാവരെക്കാളും ശ്രേഷ്ഠൻ, വലിയവൻ എണ്ണുന്ന ഒരു സാമൂഹിക ജീവിത ക്രമമാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഇവിടെ വേദപുസ്തകം സാക്ഷിക്കുന്നത് ഇയ്യോബ് പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു. കാരണം ഇയ്യോബ് നിഷ്കളങ്കനായിരുന്നു എന്നുള്ളതാ. ഇയ്യോബ് നിഷ്കളങ്കനായിരുന്നു, അതുകൊണ്ട് ഇയ്യോബ് സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു. എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതം, അവരവരുടെ ജീവിതത്തെക്കുറിച്ച് നിഷ്കളങ്കനെന്ന് ഒരു സാക്ഷ്യം പറയുവാൻ കഴിയുമോ? ഇവിടെ ദൈവം പോലും ഇയ്യോബിന്റെ ജീവിതം പരിശോധിച്ചിട്ട് ഇയ്യോബിനെ കുറിച്ച് സാത്താനോട് പറയുക, എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിഷ്കളങ്കനായി മറ്റാരും ഇല്ലല്ലോ. സാത്താൻ പോലും ആ നിഷ്കളങ്കത്വം,
അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റിനെ ചോദ്യം ചെയ്യുന്നില്ല. ഇയ്യോബ് നിഷ്കളങ്കൻ എന്ന് അംഗീകരിക്കുക. പക്ഷെ മോശയെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട്, മോശ മരിച്ചപ്പോൾ മോശയുടെ ജഡത്തിന് വേണ്ടി മീഖായേലും സാത്താനും തമ്മിൽ വാദപ്രതിവാദം നടക്കുന്നതായി. പക്ഷെ ഇയ്യോബ് നിഷ്കളങ്കൻ എന്ന് പറഞ്ഞിട്ട് സാത്താൻ അതിനെ ചോദ്യം ചെയ്യുന്നില്ല. ഇയ്യോബ് നിഷ്കളങ്കനായിരുന്നു, അതുകൊണ്ട് സകല പൂർവ്വദിക്വാസികളിലും അവൻ മഹാനായിരുന്നു. എന്റെയും നിങ്ങളുടെയും ഉള്ളം നിഷ്കളങ്കമാണോ? ഈ പരിശുദ്ധ കഷ്ടാനുഭവത്തിന്റെ ദിവസങ്ങളിൽ കർത്താവിന്റെ മരണത്തിന്റെ പങ്കാളിത്തം വഹിക്കുവാൻ പോകുമ്പോൾ, ആ ഉയർത്തെഴുന്നേൽപ്പിൽ സന്തോഷിക്കുവാൻ, അതിൽ പങ്കാളികളാകുവാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്കൊന്ന് ആ നിഷ്കളങ്കത്തിലേക്ക് ഒന്ന് മാറ്റപ്പെടുവാൻ കഴിയണം. എൻ്റെയും നിങ്ങളുടെയും മനോഭാവം കൃത്രിമമാ. ഈ പുറമേ കാണുന്നതൊന്നുമല്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത്, അത് മറ്റൊന്നാ. പുറമേ നിഷ്കളങ്കരായി, ഭക്തരായി, ദൈവികരായി ഒക്കെ അഭിമാനിക്കുമ്പോഴും അഭിനയിക്കുമ്പോഴും കപടം നിറഞ്ഞ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു മുഖവും ജീവിതവുമാ നമ്മുടെയൊക്കെ ഉള്ളിലുള്ളത്. വേദപുസ്തകത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ കാണുവാൻ കഴിയും. അനന്യാസും സഫീരയും ദേവാലയത്തിലേക്ക് അല്ലെങ്കിൽ ദൈവസന്നദ്ധിയിലേക്ക് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ചെന്നു. അവര് കാഴ്ചകളുമായിട്ടാ ചെന്നത്. അവര് പുറമേ സർവവും ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുന്നതും പൂർണ്ണമായി ദൈവത്തിന് കാഴ്ചവെക്കുന്നവരുമായിട്ടാ ചെന്നത്. പക്ഷേ അവരുടെ ഉള്ളം നിഷ്കളങ്കമായിരുന്നില്ല. അവർക്കുള്ളതിൽ നിന്ന് കുറെ മാത്രം അവരെടുത്തു മായ്ച്ചു, കുറച്ച് മാത്രം ശിഷ്യന്മാരുടെ കാൽക്കലേക്ക് സമർപ്പിക്കപ്പെടുന്നു. പുറമേ കാണിക്കുന്ന ഒരു പുറംപൂച്ചിന്റെ മാത്രം ദൃഷ്ടാന്തമാണ് അവിടെ കാണുന്നത്. വീണ്ടും നമുക്ക് കാണുവാൻ കഴിയും, ശീമോൻ എന്ന് പറയുന്നവർ ശമര്യർ ദൈവവചനം കേട്ട് വിശ്വസിച്ചു എന്നറിയുമ്പോ അവിടേക്ക് പരിശുദ്ധാത്മാവിന്റെ നൽവരത്തെ നൽകുവാൻ കടന്നു ചെല്ലുന്ന പത്രോസും യോഹന്നാനും അവർ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു എന്നറിയുമ്പോ ഈ ശീമോൻ വന്നിട്ട് പറയുകയാ, ഞാൻ ആരുടെ മേലെങ്കിലും കൈവച്ചാൽ ഈ പരിശുദ്ധാത്മാവ് അവർക്ക് ലഭിക്കത്തക്കവണ്ണം നിങ്ങളിലുള്ള ഈ അധികാരത്തെ എനിക്ക് തരണം എന്നാ പറയുന്നേ. അതിനവർക്ക് ദിവ്യം കൊണ്ടുവന്ന് കുറെ പണം കൊണ്ടുവന്ന് ഈ പത്രോസിന്റെയും യോഹന്നാന്റെയും കാൽക്കലേക്ക് വെക്കുകയാ. പത്രോസും യോഹന്നാനും പറയുന്നത്, ഈ കാര്യം നിന്റെ ഹൃദയം നേരുള്ളതല്ലായികയാൽ, അത് നിഷ്കളങ്കമല്ലായികയാൽ ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല എന്നാ പറയുന്നത്. ശീമോനെ പോലെയാ പലപ്പോഴും നമ്മുടെ ഉള്ളം. ദൈവസന്നിധിയിലായിരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഉപവസിക്കുമ്പോഴും കഷ്ടാനുഭവത്തിൽ ദൈവത്തിന്റെ കഷ്ടാനുഭവത്തോട് ചേർന്ന് കഷ്ടമനുഭവിക്കുമ്പോഴും നമ്മുടെ ഉള്ളം നിഷ്കളങ്കമല്ലാതെ അത് കപടതയോടെ നിലനിൽക്കുന്നുവോ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം, ഊരിയാവിന്റെ കയ്യിൽ കത്തുകൊടുത്തു വിടുന്ന ഒരു ദാവീദിനെ. ദാവീദ് എത്ര സ്നേഹമായിട്ടാ ഊരിയാവിനോട് സംസാരിക്കുന്നത്. ഊരിയാവിനോട് പറയുന്നത്, എന്റെ അരമനയിൽ വന്ന് കിടക്കുക, നീ എന്തിനാ ഈ വിറന്നിലത്ത് പുറത്ത് മിറ്റത്ത് കിടന്നുറങ്ങുന്നത്, അല്ലെങ്കിൽ നീ പോയി നിന്റെ ഭാര്യയോടൊപ്പം ഉറങ്ങുക എന്നൊക്കെ സ്നേഹമോടാ പറയുന്നേ. പിറ്റേ ദിവസം വളരെ നിർബന്ധിച്ചിട്ടും അവൻ നിർബന്ധിച്ചപ്പോൾ മാത്രമാണ് പടക്കളത്തിലേക്ക് അവനെ വിടുന്നത്. അപ്പോഴും വളരെ സ്നേഹമായി പെരുമാറുന്ന, സ്നേഹമായി ഇടപെടുന്ന ഒരു ദാവീദ്. പക്ഷേ അവന്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്തു വിട്ടിരുന്നു. ഇവനെ പട കഠിനമായിരിക്കുന്നിടത്ത് നിർത്തണം, ഉള്ളിലൊന്നും പുറമേ പ്രകടമാക്കുന്നത് മറ്റൊന്നുമാണ് എന്നതാണ് അവിടെ കാണുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം, എൻ്റെയും നിങ്ങളുടെയും മനോഭാവം, എൻ്റെയും നിങ്ങളുടെയും പെരുമാറ്റം അത് നിഷ്കളങ്കമാണോ എന്ന് ശാന്തമായി ഞാനും നിങ്ങളും ചിന്തിക്കണം. യോബിന്റെ പുസ്തകം 27-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഇങ്ങനെയാ പറയുന്നേ, മരിക്കുവോളം ഞാൻ എൻ്റെ നിഷ്കളങ്കത്വം കൈവിടുകയില്ല. മരിക്കുവോളം ഞാൻ എൻ്റെ നിഷ്കളങ്കത്വം കൈവിടുകയില്ല എന്ന് പറയുന്ന ഒരു യോബ്.
എനിക്ക് നിങ്ങൾക്കും പറയുവാൻ കഴിയുമോ? ഞാൻ ജീവിക്കുന്ന കാലമെല്ലാം ഞാൻ നിഷ്കളങ്കനായിരിക്കും, ഞാൻ ദൈവസന്നിധിയിൽ നീതിയുള്ളവനായിരിക്കും, ഞാൻ ദൈവം മുമ്പാകെ നിഷ്ഠയുള്ള ഒരു ജീവിതം നയിക്കുന്നവനായിരിക്കും എന്ന് നമുക്കും പറയുവാൻ കഴിയുമോ? ഇയ്യോബ് ഇപ്രകാരമൊക്കെ ആയിരുന്നത് കൊണ്ടാണ് അവനെ സംബന്ധിച്ച് പറയുന്നത്, ഇയ്യോബ് സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു എന്ന്. ഗിരിപ്രഭാഷണത്തിൽ യേശു തമ്പുരാൻ പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാന്മാൻ, അവർ ദൈവത്തെ കാണും. നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയണം, ദൈവത്തോടു കൂടെ ആയിരിക്കുവാൻ കഴിയണം. ഓരോ പ്രാർത്ഥനയിലും ദൈവം മുന്നിൽ വരുന്ന ആ ഒരു ദിവ്യമാകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇയ്യോബ് സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു, കാരണം ഇയ്യോബ് നിഷ്കളങ്കനായിരുന്നു. രണ്ടാമത് വീണ്ടും പറയുകയാണ്, ഇയ്യോബ് സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു, കാരണം ഇയ്യോബ് നേരുള്ളവനായിരുന്നു. ഇയ്യോബിന്റെ പുസ്തകം 27-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, എന്റെ അധരം നീതികേട് സംസാരിക്കുകയില്ല, എന്റെ നാവ് വ്യാജ്യം ഉച്ചരിക്കുകയുമില്ല. എന്റെ അധരം നീതികേട് സംസാരിക്കുകയില്ല, എന്റെ നാവ് വ്യാജ്യം ഉച്ചരിക്കുകയുമില്ല. എനിക്ക് നിങ്ങൾക്കും പറയുവാൻ കഴിയുമോ? ഓരോ നിമിഷത്തിലും, ഓരോ ദിവസത്തിലും, ഓരോ മണിക്കൂറിലും എത്രയെത്ര അസത്യങ്ങളാ ഞാനും നിങ്ങളും പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. പ്രയോജനമുള്ളതും പ്രയോജനമില്ലാത്തതുമായ അസത്യങ്ങൾ. നിഷ്കളങ്കൻ അവനെപ്പോഴും നേരുള്ളവനായി ജീവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ്. അസത്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങൾ ഇങ്ങനെയാ പറയുന്നത്, നാവ് ഒരു വലിയ തീയാ, കുറഞ്ഞ തീക്ക് എത്ര വലിയ കാട് കത്തിക്കുവാൻ കഴിയും, അതുപോലെ ആ നാവ്, ഈ നാവിന് വലിയ ദോഷം ചെയ്യുവാൻ കഴിയും. കപ്പൽ എത്ര വലിയതായാലും, അത് കൊടുങ്കാറ്റടിച്ചോടുന്നതായാലും, കപ്പിത്താൻ ഒരു ചെറിയ ചുക്കാൻ കൊണ്ട് അതിനെ നിയന്ത്രിക്കുന്നത് പോലെ നിന്റെ നാവിനെ നീ നിയന്ത്രിച്ചു കൊള്ളണം എന്ന് യാക്കോബ് ശ്ലീഹ പറയുകയാണ്. കുതിര എത്ര വേഗത്തിലും എത്ര ശക്തിയോടെ ഓടുന്നതായാലും അതിന്റെ വായിൽ കടിഞ്ഞാണിട്ട് അതിനെ നിയന്ത്രിക്കുന്നത് പോലെ നിന്റെ നാവിനെ നിയന്ത്രിച്ചു കൊള്ളുവാൻ നിനക്ക് കഴിയണം. മറ്റെല്ലാ അവയവങ്ങളെക്കാളും കൂടുതൽ സുരക്ഷ നൽകി, കൂടുതൽ വേലികളൊക്കെ കെട്ടിയ നാവിനെ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നത്, സൂക്ഷിച്ചിരിക്കുന്നത്. ബലിഷ്ഠമായ പല്ലുകളും മോണകളും ഒക്കെ നൽകി, ഇത് അനാവശ്യമായി പുറത്തു ചാടാതിരിക്കുവാൻ. ഇത്രയൊക്കെ വേലികളൊക്കെ കെട്ടിയിരുന്നിട്ടും നമ്മുടെ നാവാണ് ഏറ്റവും വലിയ ദോഷം ചെയ്യുന്നത്. അതാണ് മഹാനെന്നും ശ്രേഷ്ഠനെന്നുമുള്ള പേരിൽ നിന്ന് നമ്മെ അന്യനാക്കി തീർക്കുന്നത്. ഇവിടെ ഇയ്യോബിനെ കുറിച്ച് പറയുകയാണ്, ഇയ്യോബ് സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനാണ്, കാരണം ഇയ്യോബ് നിഷ്കളങ്കനായിരുന്നു, ഇയ്യോബ് നേരുള്ളവനായിരുന്നു. നേരുള്ളവനായി, നെറിയുള്ളവനായി, വിശ്വസ്തനായി നിലനിൽക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത് വീണ്ടും പറയുക, ഇയ്യോബ് സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു, കാരണം ഇയ്യോബ് ദൈവഭക്തനായിരുന്നു. ഇയ്യോബ് ദൈവഭക്തനായിരുന്നു. ഞാനും നിങ്ങളും ഭക്തരാ. ഭക്തിയുള്ളത് കൊണ്ടാ ഞാനും നിങ്ങളും ഇവിടെ കടന്നു വന്നിരിക്കുന്നത്, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത്, ഞാനും നിങ്ങളും കഷ്ടാനുഭവത്തിൽ പങ്കാളികളാകുന്നത്. എന്താ ദൈവഭക്തി? എങ്ങനെയുള്ളതാ യഥാർത്ഥമായ ദൈവഭക്തി എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, പിതാവാം ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു യഥാർത്ഥ ഭക്തി. ഞാനും നിങ്ങളും ഭക്തരാണോ? ഈ ഭക്തി നമുക്കൊക്കെ ഉണ്ടെന്ന് അവകാശപ്പെടുവാൻ കഴിയുമോ? നാമൊക്കെ ലോകത്താലുള്ള കളങ്കം പറ്റുന്നവരാണോ?
അനാഥരെയും വിധവമാരെയും ആരോരുമില്ലാത്തവരെയും പ്രയാസപ്പെടുന്നവരെയും അവരുടെ ദുഃഖങ്ങളിലും വേദനകളിലും ചെന്ന് അവരോട് ചേരുവാൻ, അവരോട് പങ്കുകൂടുവാൻ, അവരെ ആശ്വസിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇയ്യോബിന്റെ പുസ്തകം 29 അധ്യായത്തിന്റെ 14 വാക്യം ഇങ്ങനെയാ പറയുന്നത്: ഞാൻ കുരുടന് കണ്ണായിരുന്നു, ഞാൻ മുടന്തന് കാലായിരുന്നു, ഞാൻ ദരിദ്രന് അപ്പനായിരുന്നു. ഇയ്യോബ് തന്നെ കുറിച്ച് തന്നെ പറയുകയാ, ഞാൻ കണ്ണില്ലാത്തവന് കണ്ണായിരുന്നു, ഞാൻ കാലില്ലാത്തവന് കാലായിരുന്നു, ഞാൻ ആരോരുമില്ലാത്തവന് അനാഥനായവന് അപ്പനായിരുന്നു. പ്രിയമുള്ളവരെ, ഇയ്യോബ് ഭക്തനായിരുന്നു. എനിക്ക് നിങ്ങൾക്കും ഈ ഭക്തിയെ അവകാശപ്പെടുവാൻ സാധിക്കുമോ? ഇയ്യോബ് സകല പൂർവ്വദിക്വാസികളിലും മഹാനായിരുന്നു. കാരണം ഇയ്യോബ് ഭക്തനായിരുന്നു. എവിടെയാ നമ്മുടെ ഭക്തി? എവിടെയാ നമ്മുടെ സാക്ഷ്യം? ദൈവം നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയണം. ഈ 3 സാക്ഷ്യങ്ങളും ഇയ്യോബിനെ കുറിച്ച് ദൈവമാ പറയുന്നതാ. എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും വേറെ ആരുമില്ലല്ലോ. നീ അവന്റെ മേലും ദൃഷ്ടി വെച്ചുവോ എന്ന് സാത്താനോട് ചോദിക്കുന്ന ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം തമ്പുരാൻ ഈ ചോദ്യം ചോദിക്കണം. ഞാനും നിങ്ങളും നിഷ്കളങ്കതയുടെ, നേരിന്റെ, ദൈവഭക്തിയുടെ ആ തലത്തിലേക്ക് ഒന്ന് മാറ്റപ്പെടണം. വീണ്ടും ഇയ്യോബ് സകല പൂർവ്വദിക്വാസികളിലും മഹാനായിരുന്നു. കാരണം ഇയ്യോബ് സ്വന്തം കുടുംബത്തെ നന്നായി പരിപാലിക്കുന്നവനായിരുന്നു. സ്വന്തം കുടുംബത്തെ നന്നായി പരിപാലിക്കുന്നവനായിരുന്നു ഇയ്യോബ്. അതുകൊണ്ട് ഇയ്യോബ് സകല പൂർവ്വദിക്വാസികളിലും മഹാനായിരുന്നു. ഇയ്യോബിന്റെ കുടുംബത്തെ കുറിച്ച് നമ്മൾ കേട്ടു. അവൻ 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരും താന്താന്റെ ദിവസത്തിൽ ഈ 10 പേരും ഓരോരുത്തരുടെ വീട്ടിൽ കൂടുകയും അവിടെ വിരുന്ന് കഴിക്കുകയും പരസ്പരം സന്തോഷം പങ്കിടുകയും ചെയ്യുന്ന ശ്രേഷ്ഠമായ ഒരു അനുഭവം ഈ സഹോദരങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. എന്നാൽ വിരുന്നിന് വട്ടം തികയുമ്പോൾ ഇയ്യോബ് തന്റെ പുത്രന്മാരെയും പുത്രിമാരെയും തന്റെ അടുക്കലേക്ക് വിളിക്കും. എന്നാൽ 5-ാം വാക്യം, എന്നാൽ വിരുന്ന് നാളിൽ വട്ടം തികയുമ്പോൾ ഇയ്യോബ് പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യുക പതിവായിരുന്നു. ഒരിക്കലല്ല, ഇയ്യോബ് എല്ലായ്പ്പോഴും ഇപ്രകാരം ചെയ്തു പോന്നു. അപ്പൊ ഇയ്യോബിന്റെ മക്കൾ ഒരുമിച്ച് കൂടുക, വിരുന്ന് സൽക്കാരം നടത്തുക, പരസ്പരം സന്തോഷം പങ്കിടുക, ഇത് ഇയ്യോബിന്റെ കുടുംബത്തിലെ ഒരു പതിവായിരുന്നു. ഈ വിരുന്ന് നാളിൽ വട്ടം തികയുമ്പോ അപ്പൻ ഈ 10 പേരെയും തന്റെ വീട്ടിലേക്ക് വിളിക്കും. 10 പേരെയും ചേർത്തിരുത്തി. ഇവര് പുറമേ പാപമൊന്നും ചെയ്തിട്ടില്ല, ആരെയും കാണുകയോ കേൾക്കുകയോ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ഇവർ ഹൃദയം കൊണ്ട് ദൈവത്തെ ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് അവരെ 10 പേരെയും ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ദൈവത്തിന് ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യുന്ന ദിവ്യമായ ഒരു അനുഭവം ഇയ്യോബിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. തൻ്റെ കുടുംബത്തെ, തൻ്റെ മക്കളെ നന്നായി പരിപാലിക്കുന്ന ഒരനുഭവം. പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബമുണ്ട്, എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളുണ്ട്. ഇതിനെ ഭംഗിയായി പരിപാലിക്കുവാൻ കഴിയുന്നുണ്ടോ? ഞാനും നിങ്ങളും ഒരുപാട് വിരുന്നുകളിലും വിരുന്ന് സൽക്കാരങ്ങളിലും പങ്കെടുക്കും. വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുന്നത്. യോഹന്നാൻ സ്നാപകന്റെ തല കൊയ്തത് ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ സംബന്ധിച്ചപ്പോഴാ. അപ്രകാരം ഒരുമിച്ച് കൂടുന്ന ആഘോഷിക്കുന്ന അനുഭവമല്ല. പഴയ നിയമത്തിൽ കാണുന്നു, കെട്ടിച്ചുവിട്ട മിരിയാം മോശയുടെ വീട്ടിലേക്ക്, തൻ്റെ കുടുംബ വീട്ടിലേക്ക് തിരിച്ചു വന്നതാ. പക്ഷേ അവിടെ മോശ മറ്റൊരു കൂശ്യാസ്ത്രീയെ വിവാഹം കഴിച്ചു എന്നറിയുമ്പോ അവിടെ നാത്തൂൻ പോരെടുക്കുന്ന മിരിയാം, അതിന്റെ പേരിൽ കുഷ്ഠരോഗിണിയായി തീരുന്ന മിരിയാം,
അങ്ങനെ ചേരുന്ന അനുഭവമല്ല. ഇയ്യോബിനെ പോലെ പരസ്പരം ഒന്നിച്ചുകൂടുന്ന, സ്നേഹവും സന്തോഷവും സൽക്കാരവും പങ്കിടുന്ന ദിവ്യമാകുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എൻ്റെ കുഞ്ഞുങ്ങൾ അവർ പാപം ചെയ്തു പോയി കാണുമോ എന്ന് വിചാരിച്ച് അവരെ ശുദ്ധീകരിക്കുന്ന, അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന ഒരു ഇയ്യോബിനെ കാണാം. സ്വന്തം കുടുംബത്തെ നന്നായി പരിപാലിക്കുന്ന ഇയ്യോബ്. കുഞ്ഞുണ്ണി മാഷ് പറയുന്നുണ്ട്, അപ്പൻ ഞായറാകണം, അമ്മ തിങ്കളാകണം. അപ്പോ ഞായറും തിങ്കളും കഴിഞ്ഞാൽ എന്തുവാ? ചൊവ്വായ. അപ്പൊ മക്കള് ചൊവ്വാകും. അപ്പൻ ഞായറാകണം, അമ്മ തിങ്കളാകണം, അപ്പൊ മക്കള് ചൊവ്വാകും. അതേ, സ്വന്തം കുടുംബത്തെ നന്നായി പരിപാലിക്കുന്ന ഒരു ദിവ്യമാകുന്ന അനുഭവം ഉണ്ടാകണം. എൻ്റെ കുഞ്ഞുങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പാപം ചെയ്ത് കാണുമോ? ഇന്ന് കുഞ്ഞുങ്ങളുടെ തെറ്റുകളെ ന്യായീകരിക്കുന്ന മാതാപിതാക്കളാ. ആ തെറ്റുകളെ മറ്റുള്ളവരുടെ മുന്നിൽ തെറ്റല്ല എന്ന് സ്ഥിരീകരിക്കുന്ന, അവരെ ന്യായീകരിക്കുന്ന ഒരനുഭവം കാണുവാൻ കഴിയും. ഇവിടെ ഇയ്യോബ് അങ്ങനെയല്ലായിരുന്നു. ഇയ്യോബ് സ്വന്തം കുടുംബത്തെ നന്നായി പരിപാലിക്കുന്നവനായിരുന്നു. അതുകൊണ്ട് സകല പൂർവ്വ ദിഗ്വാസികളിലും ഇയ്യോബ് മഹാനായിരുന്നു. വീണ്ടും ഇയ്യോബിനെ കുറിച്ച് പറയുക, ഇയ്യോബ് തളരാത്ത മനസ്സുള്ളവനായിരുന്നു. ഇയ്യോബ് സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു. കാരണം ഇയ്യോബ് തളരാത്ത ഒരു മനസ്സുള്ളവനായിരുന്നു. പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരുന്നു. ഒന്നിനും കുറവില്ലാത്ത ദിവ്യമായ ഒരു അനുഭവം അവനുണ്ടായിരുന്നു. സന്തോഷകരമായ ഒരു കുടുംബം ഉണ്ടായിരുന്നു. സമ്പന്നതയുടെ നടുവിലായിരുന്നു അവനും അവന്റെ കുടുംബവും ഒക്കെ. ഒന്നൊന്നായി ഇല്ലാതെയായിക്കൊണ്ടിരുന്നു. ഒരുത്തൻ വന്നിട്ട് പറഞ്ഞു, നിന്റെ മക്കളൊക്കെ ഒരു വീട്ടിൽ കൂടി വിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വീടിന്റെ ഒരു വശം ഇടിഞ്ഞു വീണു. നിന്റെ മക്കളെല്ലാം തീർന്നുപോയി, മരിച്ചുപോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചു. മറ്റൊരുത്തൻ വന്നിട്ട് പറഞ്ഞു, നിന്റെ കന്നുകാലികളെല്ലാം മേഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ശത്രുക്കൾ വന്നു, അവയെല്ലാം പിടിച്ചു കൊണ്ടുപോയി. ദാസന്മാരെ വാളിന്റെ വായ്ത്തലയാൽ കൊന്നുകളഞ്ഞു. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചു. ഇങ്ങനെ പ്രശ്നങ്ങളാ, പ്രയാസങ്ങളാ, വേദനകളാ. ഇതൊക്കെ ഉണ്ടായപ്പോഴും ഇയ്യോബ് തളരാതെ തകരാതെ സ്വന്തം ഭാര്യയുടെ മുമ്പിൽ പോലും നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നുവോ എന്ന് ചോദിച്ചു കൊണ്ടിരുന്നു. 13-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. എൻ്റെ ദൈവം അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. ഉറച്ച വിശ്വാസമുള്ളവൻ, തളരാത്ത മനസ്സുള്ളവൻ, സ്വാർത്ഥതയില്ലാത്തവനായിരുന്നു ഇയ്യോബ്. ഇയ്യോബിന്റെ അടുക്കലേക്ക് ഇയ്യോബ് ദൈവസന്നിധിയിൽ നിൽക്കുക. ഒപ്പം സാത്താനും വന്നു നിന്നു. ദൈവം പറഞ്ഞു, ഇവൻ നേരുള്ളവനാ, നിഷ്കളങ്കനാ, ഭക്തനാണെന്നൊക്കെ. പക്ഷെ സാത്താൻ സമ്മതിച്ചു കൊടുത്തില്ല. സാത്താൻ പറഞ്ഞു, അവൻ വെറുതെയൊന്നുമല്ല ഭക്തനായിരിക്കുന്നത്. നീ അവന് ചുറ്റും ഒരു വേലി കെട്ടിയിട്ടില്ലേ? നീ ആ വേലി ഒന്ന് പൊളിച്ചു നോക്കിയേ, അന്നേരം കാണാം അവന്റെ ഭക്തി എന്ന്. ദൈവം പറയുകയാ, അവന്റെ വേലികളൊക്കെ ഞാൻ നീക്കിയിരിക്കുന്നു, അവന്റെ ഭക്തിയെ നമുക്കൊന്ന് നോക്കാം. അതെ, അപ്പോഴാ ഇയ്യോബിനുള്ളതൊക്കെ ഇല്ലാതെയായതാ. ഇയ്യോബിന്റെ മക്കള് പോയി, ഇയ്യോബിന്റെ ഒട്ടകങ്ങൾ പോയി, ആടുമാടുകൾ പോയി, അവന്റെ സ്വത്തുക്കളും മക്കളും അവനുള്ളതെല്ലാം നശിച്ചു. എല്ലാം ശത്രുക്കൾ കൊണ്ടുപോയി. എന്നിട്ടും ഇയ്യോബ് പറയുകയാ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. വീണ്ടും രണ്ടുപേരും ഒരുമിച്ച് ദൈവസന്നിധിയിൽ വന്നു. ദൈവം സാത്താനോട് ചോദിച്ചു, നീ പറഞ്ഞത് എന്താ? അവനുള്ളത് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ത്യജിച്ചു പറയുമെന്നല്ലേ പറഞ്ഞേ? എന്നിട്ടും അവൻ ഭക്തനായി, ഭക്തിക്കൊരു കുറവുമില്ലാത്തവനായി നിൽക്കുന്നല്ലോ എന്ന് പറയുകയാ. അപ്പൊ സാത്താൻ പറയുകയാ, അയ്യോ ദൈവമേ, കഥ അങ്ങനൊന്നും അല്ല. ഇവൻ മഹാസ്വാർത്ഥനായ മനുഷ്യനാ. അവന്റെ മക്കള് ചത്താലും, അവന്റെ വസ്തുവകകൾ പോയാലും, അവന്റെ ആടുമാടുകൾ പോയാലും, എന്ത് സംഭവിച്ചാലും അവൻ ഒരു പ്രശ്നവുമല്ല. അവനൊന്നും സംഭവിക്കാതിരുന്നാ മതി. നീ കൈനീട്ടി അവനെ ഒന്ന് തൊട്ടു നോക്ക, അവൻ നിന്റെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്ന് സാത്താൻ വീണ്ടും പറയുകയാ. അപ്പോഴാ ദൈവം പറയുന്നത്, ഞാൻ അവനെ ഏൽപ്പിച്ചിരിക്കുന്നു,
നിനക്ക് ബോധിച്ചതുപോലെയൊക്കെ ചെയ്യാം. പക്ഷേ അവന്റെ പ്രാണന്റെ മേളിൽ മാത്രം നീ കൈവെക്കരുത്, അവന്റെ പ്രാണനെ മാത്രം നീ തുടരുത് എന്ന് ദൈവം പറയുകയാ. അവിടെയാ അവന്റെ വ്യക്തി ജീവിതത്തിൽ, അവന്റെ ശാരീരിക ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാകുന്നത്. അവന്റെ ദേഹമാസകലം വ്രണമാ, അവന്റെ ദേഹമാസകലം മുറിവുകളാ, അതിന് ഭയങ്കരമായ ചൊറിച്ചില്ല. അവൻ ഓട്ട് കഷ്ണമെടുത്ത് ഒരറ്റം മുതൽ ഒരറ്റം വരെയും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, അതിലേക്ക് പുഴി വാരിയിട്ട് കൊണ്ടിരിക്കുക. ഇങ്ങനെ സ്വയം പരിതപിച്ച് രട്ടും വെണ്ണീരും ഒക്കെ വാരിയിട്ട് അതുവരെ തന്റെ സ്നേഹിതന്മാരൊക്കെ അവനെ ആശ്വസിപ്പിക്കുവാനുണ്ടായിരുന്നു, അതുവരെ അവന്റെ ഭാര്യ അവനെ ആശ്വസിപ്പിക്കുവാനുണ്ടായിരുന്നു. അവന്റെ സ്നേഹിതന്മാര് പറയുക, അവൻ ഈ പുറമേ കാണിക്കുന്ന പോലൊന്നുമല്ല, ഇവൻ ദൈവത്തിന് നിരക്കാത്ത ഏതോ വലിയ പാതകം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാ ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ദൈവം ഒരു നാളും ഇങ്ങനെ ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് സ്നേഹിതരൊക്കെ മാറിപ്പോയി. ഭാര്യ പോലും അടുത്ത് വന്നിട്ട് പറഞ്ഞു, മനുഷ്യ, നീ നിന്റെ ദൈവത്തെ, നിന്റെ പ്രാർത്ഥനയൊന്ന് നിർത്തി ഒന്ന് ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക. എന്നിട്ടും അവൻ പിന്മാറാതെ സ്വാർത്ഥതയില്ലാതെ ദൈവം തന്നതാണെങ്കിൽ ദൈവത്തിന് എടുക്കാം, ദൈവം എന്നെ, ദൈവത്തിൻ്റെതാണ് സർവ്വതും എന്ന് പറയുന്ന ഒരു യോബ്. അതേ, സ്വാർത്ഥതയില്ലാത്തവനായിരുന്നു ഈ യോബ്, തളരാത്ത മനസ്സുള്ളവനായിരുന്നു ഈ യോബ്. അതുകൊണ്ട് തന്നെ ഈ യോബ് സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു എന്ന ദൈവം തന്നെ സാക്ഷിക്കുക. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ദൈവസന്നിധിയിലായിരിക്കുമ്പോ, ഞാനും നിങ്ങളും കഷ്ടാനുഭവത്തിൽ പങ്കാളികളാകുമ്പോ, ദൈവത്തിന്റെ, യേശു തമ്പുരാന്റെ പുനരുദ്ധാനത്തിന്റെ ആ സന്തോഷത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോ, ദൈവം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും സാക്ഷ്യം പറയണം. എൻ്റെ ഈ ദാസനെ പോലെ, എൻ്റെ ഈ ദാസിയെ പോലെ നിഷ്കളങ്കൻ വേറെ ആരുമില്ല, നേരുള്ളവൻ വേറെ ആരുമില്ല, ദൈവഭക്തനായവൻ ആരുമില്ല. അവനെ ഏൽപ്പിച്ച കുടുംബത്തെ, അവനെ ഏൽപ്പിച്ച താലന്തുകളെ ഭംഗിയായി പരിപാലിക്കുന്നവനാണവൻ. അവൻ ദൈവസന്നിധിയിൽ തളരാത്ത ഒരു മനസ്സുള്ളവനാണ്, അവൻ സ്വാർത്ഥതയില്ലാത്തവനാണ്. അതുകൊണ്ട് തന്നെ അവൻ സകല പൂർവ്വ ദിഗ്വാസികളിലും സകല കിഴക്ക് ദേശക്കാരിലും മഹാനാണ് എന്ന് പറയുന്ന ദിവ്യമായ അനുഭവം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവമാണ് സാക്ഷ്യം പറയേണ്ടത്. ഇവിടെ യോബിനെ കുറിച്ചും ദൈവമാണ് സാക്ഷ്യം പറയുന്നത്. ആ ദൈവികമാകുന്ന സാക്ഷ്യത്തിന് വേണ്ടി, ആരുടെയും മുഖസ്തുതിക്ക് വേണ്ടിയല്ല. ചിലരൊക്കെ ആരെ കൊണ്ടെങ്കിലുമൊക്കെ നമുക്ക് പറയാൻ കഴിയും, അവൻ നന്നായി ഉപവസിക്കുന്നവനെന്നോ പ്രാർത്ഥിക്കുന്നവനെന്നോ നേരുള്ളവനെന്നോ നിഷ്കളങ്കനെന്നോ ഒക്കെ. അതല്ല, ഹൃദയങ്ങളെ അറിയുന്നവൻ, നമ്മുടെ ഉള്ളങ്ങളെ തൂക്കി നോക്കുന്നവൻ, അവൻ നമ്മെക്കുറിച്ച് പറയണം, അവൻ സകല പൂർവ്വദിക്വാസികളിലും മഹാനാണ്. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ, ആ പിതാവിൻ്റെ പാദപീഠത്തെങ്കിലായിരിക്കുമ്പോൾ, കവറിങ്കലായിരിക്കുമ്പോൾ, ആ പിതാവിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും, സകല പൗരസ്ത്യ ദേശക്കാരിലും ഏറ്റവും മഹാനായിരുന്നു, ശ്രേഷ്ഠനായിരുന്നു ആ പിതാവെന്ന് നമുക്കും ആ സാക്ഷ്യം ലഭിക്കുവാൻ, ദൈവികരായി തീരുവാൻ, നിഷ്കളങ്കരായി തീരുവാൻ, നേരുള്ളവരാകുവാൻ, ദൈവഭക്തരാകുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അഭിനന്യ തിരുമേനിയോടും വന്യരായ റമ്മാച്ചന്മാരോടും വൈദിക ശ്രേഷ്ഠരോടും എന്നെ കേട്ട എല്ലാവരോടുമുള്ള ഭക്തിയും സ്നേഹവും നന്ദിയും ദൈവനാമത്തിൽ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കി